ഹലോ, എല്ലാവർക്കും സ്വാഗതം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അനലോജി. ചിലർക്കിത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുണ്ടല്ലേ? ഈ വാക്കുകളും അക്കങ്ങളും ചിത്രങ്ങളുമൊക്കെ തമ്മിലുള്ള ബന്ധം എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? പേടിക്കണ്ട, നമുക്ക് ഒരുമിച്ചിതങ്ങ് പഠിച്ചെടുക്കാം. അപ്പോ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ആദ്യം എന്താണ് ഈ അനോളജി എന്ന് സിമ്പിളായിട്ട് പറയും. പിന്നെ വാക്കുകൾ വെച്ചുള്ളത്, നമ്പറുകൾ വെച്ചുള്ളത്, ചിത്രങ്ങൾ വെച്ചുള്ളത്, ഇതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ കാണും. ഏറ്റവും ഒടുവിലായിട്ട് എക്സാമിന് സമയം ലാഭിക്കാനുള്ള കുറച്ച് കിടിലൻ ടിപ്സും ട്രിക്സും ഞാൻ പറഞ്ഞുതരും. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏത് അനലോജി ചോദ്യം കിട്ടിയാലും അത് സോൾവ് ചെയ്യാനുള്ളൊരു മാസ്റ്റർ കീ ഉണ്ട്. അതെന്താണെന്നറിയാമോ? അതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ടുള്ള ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വളരെ സിമ്പിളാണ് സംഭവം. അനലോജി എന്ന് പറഞ്ഞാൽ കൊറസ്പോണ്ടൻസ് അല്ലെങ്കിൽ സമാനമായ ബന്ധം കണ്ടെത്തുക. അത്രയുള്ളൂ. അതായത് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ തരും, ഒരു ജോഡി. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ടോ അതേ ബന്ധം താഴെ കൊടുത്ത ഓപ്ഷനുകളിൽ ഏതിനാണുള്ളതെന്ന് നോക്കുക. ഇതാണ് ഈ കളിയുടെ റൂൾ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ഈ ചോദ്യങ്ങളൊന്നും നിങ്ങളുടെ ഓർമ്മശക്തി ടെസ്റ്റ് ചെയ്യാനല്ല, ഒരിക്കലും അല്ല. പകരം നിങ്ങൾക്ക് എത്രത്തോളം ലോജിക്കലായിട്ട് ചിന്തിക്കാൻ പറ്റും, കാര്യങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റീസണിംഗ് എക്സാമുകളിൽ അനലോജിക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ശരി, ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന വേർഡ് അനലോജി. ഇതിൽ എക്സ്പേർട്ട് ആകാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്ന ആ രണ്ട് വാക്കുകളിലെ അവർ തമ്മിലുള്ള ആ ഒരു ഹിഡൻ റിലേഷൻഷിപ്പ്, ആ രഹസ്യബന്ധം, അത് കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഈ വാക്കുകൾ തമ്മിൽ ഒരുപാട് തരം ബന്ധങ്ങളുണ്ടാകാം. ഉദാഹരണത്തിന് പാർട്ട് ആൻഡ് ഹോൾ, അതായത് ഒരു വലിയ കാര്യവും അതിൻ്റെ ഒരു ഭാഗവും, പേനയും അതിൻ്റെ നിബും പോലെ. പിന്നെ സിനോണിംസ്, ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. അതുപോലെ ആന്റോണിംസ്, അതായത് ഓപ്പോസിറ്റ് വാക്കുകൾ. പിന്നെ ഫംഗ്ഷൻ ഓർ യൂസ്, ഒരു സാധനത്തിൻ്റെ ഉപയോഗം. സോപ്പ് കഴുകാനാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതുപോലെ വർക്കർ ആൻഡ് വർക്ക് പ്ലേസ്, ഒരു ജോലിക്കാരനും അയാളുടെ ജോലിസ്ഥലവും. പിന്നെ കോസ് ആൻഡ് എഫക്റ്റ്, അതായത് കാരണവും അതിൻ്റെ ഫലവും. ഈ റിലേഷൻഷിപ്പുകൾ മനസ്സിൽ വെച്ചാൽ മതി, പകുതി ജോലി കഴിഞ്ഞു. ഓക്കേ, നമുക്കിതൊന്ന് പ്രയോഗിച്ചു നോക്കാം. ദാ ഈ ഉദാഹരണം നോക്കൂ. പത്രം, പ്രസ്. എന്താ ബന്ധം? പത്രമുണ്ടാക്കുന്നത് പ്രസ്സിലാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം തുണി, ഭൂ എന്നാണ്. ഇതേ ലോജിക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. തുണി എവിടെയാണുണ്ടാക്കുന്നത്? മില്ലിൽ. കണ്ടോ, എത്ര സിമ്പിളായിട്ട് ഉത്തരം കിട്ടി. ആദ്യത്തെ ബന്ധം കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. ശരി, അപ്പോൾ വാക്കുകളുടെ കാര്യം നമുക്ക് പിടികിട്ടി. ഇനി നമുക്ക് നമ്പറുകളിലേക്കും ആൽഫബറ്റുകളിലേക്കും വരാം. ഇവിടെയും കളിയൊന്നുമില്ല, റൂളൊക്കെ സെയിമാണ്. ആ ബന്ധം കണ്ടുപിടിക്കുക. വാക്കുകൾക്ക് പകരം നമ്മളിവിടെ നമ്പറുകളും അക്ഷരങ്ങളും ഉപയോഗിക്കുന്നു, അത്രയുള്ള വ്യത്യാസം. ദാ ഈ ചോദ്യമൊന്ന് നോക്കിക്കേ. 3:11. അപ്പോൾ 7:what? എന്തായിരിക്കും? 3ഉം 11ഉം തമ്മിൽ എന്ത് കണക്ഷനായിരിക്കും? വല്ല ഐഡിയയും കിട്ടുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേ ലോജിക് വെച്ച് 7മായി ബന്ധപ്പെട്ട നമ്പർ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഉത്തരം കിട്ടിയോ? ഞാൻ പറയാം. ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത് x²+2 ആണ്. അതായത് ആദ്യത്തെ നമ്പറിനെ സ്ക്വയർ ചെയ്തിട്ട് 2 കൂട്ടുക. നോക്കൂ, 3² 9, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 11. കറക്റ്റ്. അപ്പോൾ നമ്മുടെ ചോദ്യം 7² 49, അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 51. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് വേറൊരു ടൈപ്പ് നമ്പർ അനാലോജി നോക്കാം. ഇവിടെ ചോദ്യം ഇങ്ങനെയാണ്: 324:162. ഈ ജോഡിക്ക് എന്ത് ബന്ധമാണോ ഉള്ളത്, അതേ ബന്ധം താഴെയുള്ള ഓപ്ഷനുകളിൽ ഏത് ജോഡിക്കാണോ ഉള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് കാണുമ്പോൾ വലിയ നമ്പറാണെന്ന് വിചാരിക്കേണ്ട, വളരെ സിമ്പിൾ ലോജിക്കാണ്. 324 എന്ന് പറയുന്നത് 162ന്റെ നേരെ ഇരട്ടിയാണ്. അതായത് 2x:x എന്നൊരു റിലേഷൻ. ഇനി ഓപ്ഷനുകളിലേക്ക് നോക്കിക്കേ. ആ ബന്ധം എവിടെയാണ് കാണുന്നത്? 2:1. 2ന്റെ പകുതിയാണ് 1. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം. ഇനി ആൽഫബറ്റ് അനലോജി. ഇവിടെ നമ്മൾ എപ്പോഴും അക്ഷരങ്ങളുടെ പൊസിഷനാണ് നോക്കേണ്ടത്. ABCD എന്നത് OPQR ആയി മാറിയിരിക്കുന്നു. അപ്പോൾ എയിൽ നിന്ന് ഒയിലേക്ക് എത്ര അക്ഷരം മുന്നോട്ട് പോയി? ബിയിൽ നിന്ന് പിയിലേക്കോ? നിങ്ങൾ എണ്ണി നോക്കിയാൽ മനസ്സിലാകും, ഓരോ അക്ഷരവും കൃത്യം 14 സ്റ്റെപ്പ് മുന്നോട്ടാണ് പോയിരിക്കുന്നത്. അതേ ലോജിക്ക് നമ്മൾ WXYZൽ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഡബ്ല്യുവിൽ നിന്ന് 14 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ K കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഉത്തരം KLMN. ഓക്കെ, അപ്പം നമ്മൾ വാക്കും അക്ഷരവും അക്കവുമൊക്കെ കണ്ടു. ഇനി അടുത്തത് കുറച്ചുകൂടി വിഷ്വലാണ്. ഫിഗർ അനലോജി. പേര് പോലെ തന്നെ ഇവിടെ കളിക്കുന്നത് മുഴുവൻ ചിത്രങ്ങളും രൂപങ്ങളും വെച്ചാണ്. നമ്മുടെ ലോജിക് ഇനി കണ്ണുകൊണ്ട് കണ്ടുപിടിക്കണം.
ഫിഗർ അനലോജിയിലെ എപ്പോഴും ഇങ്ങനെയായിരിക്കും ഫോർമാറ്റ്. ഒരു ചിത്രം എ, അത് ചിത്രം ബി ആയി മാറുന്നു. അപ്പോൾ ചിത്രം സി എന്തായി മാറും? ഇതാണ് ചോദ്യം. നമ്മുടെ ജോലി എന്താ? എയിൽ നിന്ന് ബിയിലേക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കുക. ആ സെയിം മാറ്റം സിക്ക് കൊടുത്താൽ നമുക്കുത്തരം, അതായത് ഡി കിട്ടും. സാധാരണയായി ഈ ചിത്രങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളെ വരാറുള്ളൂ. ഒന്ന് റൊട്ടേഷൻ, അതായത് ക്ലോക്ക് പോലെ കറങ്ങുന്നത്, അല്ലെങ്കിൽ ഇൻവേർഷൻ, അതായത് തലകീഴായി മറിയുന്നത്. ചിലപ്പോൾ അഡീഷൻ ഓർ ഡിലീഷൻ ഓഫ് എലമെന്റ്സ്, അതായത് ചിത്രത്തിൽ പുതിയ ലൈനുകളോ ഷേപ്പുകളോ വരും, അല്ലെങ്കിൽ ഉള്ളത് അപ്രത്യക്ഷമാകും. പിന്നെ ചേഞ്ച് ഇൻ സൈസ്, വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യും. ഈ 4 കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, ഏത് ഫിഗർ ചോദ്യവും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് കടക്കാം. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സമയം ലാഭിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഷോർട്ട് കട്ടുകളും ടിപ്സും. വർക്ക് സ്മാർട്ടർ, നോട്ട് ഹാർഡർ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഒന്നാമത്തെ ടിപ്പ്, എലിമിനേഷൻ. ഓപ്ഷനുകൾ നോക്കുമ്പോൾ ഇത് എന്തായാലും ഉത്തരമല്ല എന്ന് തോന്നുന്നവയെ ആദ്യം തന്നെ വെട്ടിക്കളയുക. അപ്പോൾ ബാക്കിയുള്ളവയിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ എളുപ്പമാകും. രണ്ടാമത്, നമ്പർ അനലോജിയിൽ ആദ്യം സിമ്പിൾ പാറ്റേൺസ് നോക്കുക, അതായത് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, സ്ക്വയറൊക്കെ. എന്നിട്ട് മാത്രം കോംപ്ലക്സ് ആയതിലേക്ക് പോവുക. ഫിഗർ അനലോജിയിലാണെങ്കിൽ ആ ചിത്രം മൊത്തത്തിൽ നോക്കുന്നതിനു പകരം ഓരോ ഭാഗത്തിനും എന്ത് മാറ്റം വന്നു എന്ന് നോക്കുക. പിന്നെ ഏതെങ്കിലും ചോദ്യം ഭയങ്കര ടഫാണെന്ന് തോന്നിയാൽ അതിൽ തന്നെ സമയം കളയരുത്. അത് മാർക്ക് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവുക. അവസാനം സമയം കിട്ടിയാൽ തിരിച്ചു വരാം. അപ്പോൾ ഒരു പഠിതാവിൽ നിന്ന് ഒരു എക്സ്പേർട്ട് ആകാനുള്ള വഴിയിലേക്കാണ് നമ്മളിപ്പോൾ. അനലോജി എന്താണെന്നും അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നുമുള്ള എല്ലാ ടൂളുകളും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ഈ അറിവിനെ വൈദഗ്ധ്യമാക്കി മാറ്റാൻ എന്തു ചെയ്യണം? ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇതിന്റെ വിജയം എന്ന് പറയുന്നത് കുറേ ഉത്തരങ്ങൾ കാണാപ്പാഠം പഠിക്കുന്നതിലല്ല, ഒരിക്കലുമല്ല. പകരം നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. ഏത് പുതിയ ചോദ്യം കണ്ടാലും അതിലെ പാറ്റേൺ, അതിലെ ബന്ധം സ്വയം കണ്ടെത്താൻ കഴിയുന്ന രീതിയിൽ തലച്ചോറിനെ പരിശീലിപ്പിക്കുക. അതാണ് യഥാർത്ഥ വിജയം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സ്ഥിരോത്സാഹം വിജയത്തിലേക്കുള്ള താക്കോലാണ് എന്ന്. അതിവിടെ 100% ശരിയാണ്. നിങ്ങൾ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഈ പാറ്റേണുകളൊക്കെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങും. ആ ഒരു സ്പീഡും കൃത്യതയുമാണ് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അനലോജിയിൽ ഒരു മാസ്റ്റർ ആകാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ ടൂൾ കിറ്റ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? ദിവസവും കുറച്ച് ചോദ്യങ്ങൾ വെച്ച് ചെയ്തു നോക്കൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഹലോ, ലോജിക്കൽ റീസണിംഗിന്റെ ഈ ഒരു പ്രത്യേക സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു സാധാരണ ക്ലാസ് അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പേഴ്സണൽ ട്യൂട്ടോറിംഗ് സെഷനാണ്. നമ്മൾ ഒരുമിച്ച് ലോജിക്കൽ അനോളജികൾ എന്താണെന്ന് പഠിക്കും. അതിന്റെ എല്ലാ കൺഫ്യൂഷനും മാറ്റും. ഏതു പരീക്ഷയും ധൈര്യമായി നേരിടാൻ നിങ്ങളുടെ റീസണിംഗ് സ്കിൽസ് നമുക്ക് അടിപൊളിയാക്കാം. നമുക്ക് നേരെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഇതൊന്ന് നോക്കിക്കേ. ഒരു എഴുത്തുകാരന് പേന എന്താണോ അതുപോലെ ബ്രഷ് ആർക്കുള്ളതാണ്? കിട്ടിയില്ലേ ഉത്തരം? ഒരു പെയിന്റർക്ക്, അല്ലേ? ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? എഴുത്തുകാരനും പേനയും തമ്മിലുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ടൂൾ എന്ന ബന്ധം നമ്മൾ ആദ്യം മനസ്സിലാക്കി. എന്നിട്ട് അതേ ബന്ധം ബ്രഷിലും അപ്ലൈ ചെയ്തു. ഈ ഒരു സിമ്പിൾ ഐഡിയയാണ് നമ്മളിന്ന് വിശദമായി പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്നോ? ആദ്യം എന്താണ് അനലോജി എന്ന് പറയും. പിന്നെ അതിന്റെ 4 പ്രധാന ടൈപ്പുകളായ വെർബൽ, നമ്പർ, ആൽഫബറ്റ്, നോൺ വെർബൽ, ഇവയെല്ലാം നല്ല ഉദാഹരണങ്ങൾ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യും. അവസാനമാവുമ്പോഴേക്കും നിങ്ങൾക്ക് സ്വന്തമായി ഒരു റീസണിംഗ് ടൂൾ കിറ്റ് റെഡിയായിരിക്കും. അപ്പോൾ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. സെക്ഷൻ 1. എന്താണ് ഒരു അനലോജി? എല്ലാത്തരം അനലോജി ചോദ്യങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരൊറ്റ തത്വമാണ്. അനലോജി എന്ന് പറഞ്ഞാല് സിംപിളായി പറഞ്ഞാല് താരതമ്യം ചെയ്യലാണ്. അതായത് 2 കാര്യങ്ങൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധം, ഒരു റിലേഷൻഷിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ടാവും. അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അതേ ലോജിക് ഉപയോഗിച്ച് അടുത്ത ജോഡിയിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇതൊരുമാതിരി ഡിറ്റക്റ്റീവ് പണി പോലെയാ. ഒളിഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു കളി. ഈ കളി പരീക്ഷയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഡെയിലി ലൈഫിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഏത് അനലോജി ചോദ്യം കിട്ടിയാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ റൂളുണ്ട്. ഇത് മാത്രം ഓർത്താ മതി. സ്റ്റെപ്പ് 1. തന്നിരിക്കുന്ന ആദ്യത്തെ ജോഡിയിലെ അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2. നിങ്ങൾ കണ്ടുപിടിച്ച അതേ ബന്ധം ഒരു മാറ്റവും വരുത്താതെ രണ്ടാമത്തെ ജോഡിയിലെ അപ്ലൈ ചെയ്യുക. ഇതാണ് എല്ലാ അനലോജികളുടെയും മാസ്റ്റർ കീ എന്ന് പറയുന്നത്. ശരി, അപ്പോൾ തിയറിയൊക്കെ മതി. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ടൈപ്പ്, സെക്ഷൻ 2, വെർബൽ അനാലജീസ്. ഇവിടെ നമ്മുടെ കഴിവ് വാക്കുകൾക്കിടയിലെ ലോജിക്കൽ ബന്ധങ്ങൾ കണ്ടുപിടിക്കുന്നതിലാണ്.
വെർബൽ അനലോജിയിൽ ഒരുപാട് തരം ബന്ധങ്ങളുണ്ട്. ഉദാഹരണത്തിന് കാരണവും ഫലവും, അതായത് കോസ് ആൻഡ് ഇഫക്റ്റ്, പിന്നെ ഒന്നിന്റെ ഭാഗവും അതിന്റെ പൂർണ്ണ രൂപവും, സമാനപദം, വിപരീതപദം, അങ്ങനെ. ഇനി ഈ സ്ലൈഡിലെ ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യത്തേത് ന്യൂസ് പേപ്പർ, പ്രസ്. എന്താ ഇവിടുത്തെ ബന്ധം? പത്രമുണ്ടാക്കുന്നത് പ്രസ്സിലാണ്. അപ്പോൾ അതൊരു പ്ലേസ് ഓഫ് ക്രിയേഷൻ റിലേഷൻഷിപ്പാണ്. നമ്മുടെ ഗോൾഡൻ റൂൾ അനുസരിച്ച് ഇതേ ബന്ധം അടുത്ത ജോഡിയിലും വരണം. ക്ലോത്ത്, അതായത് തുണി, എവിടെയാ ഉണ്ടാക്കുന്നത്? മില്ലിൽ. അപ്പോൾ ഉത്തരം മിൽ. ഇനി രണ്ടാമത്തേത് നോക്കൂ. ഡോക്ടർ, പേഷ്യന്റ്. ഡോക്ടർ രോഗിക്ക് സേവനം നൽകുന്നു. ഇതൊരു സർവീസ് പ്രൊവൈഡർ ബന്ധമാണ്. അതേ ലോജിക് വെച്ച് നോക്കിയാൽ ഒരു ലോയർ അഥവാ വക്കീൽ ആർക്കാ സേവനം കൊടുക്കുന്നത്? കക്ഷിക്കല്ലേ, അതായത് ക്ലയന്റിന്. കണ്ടില്ലേ, ബന്ധം എത്ര കൃത്യമായി നമ്മൾ കണ്ടുപിടിക്കുന്നു, അത്രയും എളുപ്പത്തിൽ ഉത്തരം കിട്ടും. അടുത്തത് സെക്ഷൻ 3, നമ്പർ അനോളജീസ്. ഇവിടെ വാക്കുകൾക്ക് പകരം നമ്മുടെ കളി നമ്പേഴ്സ് വെച്ചാണ്. നമ്മുടെ ലക്ഷ്യം ഈ സംഖ്യകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന മാത്തമാറ്റിക്കൽ പാറ്റേൺ കണ്ടുപിടിക്കുക എന്നതാണ്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. 3ഉം 11ഉം തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതേ ബന്ധം വെച്ച് നോക്കിയാൽ 7ന്റെ കൂടെ വരുന്ന നമ്പർ ഏതായിരിക്കും? സാധാരണയായി സ്ക്വയർ, ക്യൂബ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള കളികളാണ് ഇവിടെ വരുന്നത്. ഒരു നിമിഷം വീഡിയോ പോസ് ചെയ്തിട്ട് ആ പാറ്റേൺ കണ്ടുപിടിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ. പാറ്റേൺ കിട്ടിയോ? നമുക്കൊരുമിച്ച് നോക്കാം. 3ൽ നിന്ന് 11ലേക്ക് എത്താൻ എന്തൊക്കെ വഴികളുണ്ട്? 3 ഗുണം 3 9. അതിന്റെ കൂടെ 2 കൂട്ടിയാൽ 11. കൊള്ളാം, അതൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ 3ന്റെ സ്ക്വയർ എടുക്കുക, അത് 9. അതിന്റെ കൂടെ 2 കൂട്ടിയാലും 11 കിട്ടും. ഇതാണ് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ. അതായത് ആദ്യത്തെ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചാൽ രണ്ടാമത്തെ നമ്പർ x²+2 ആണ്. ഇതാണ് ഇവിടുത്തെ ലോജിക്. അപ്പോ നമ്മുടെ ഗോൾഡൻ റൂള് ഇവിടെ ഉപയോഗിക്കാം. നമ്മൾ കണ്ടുപിടിച്ച പാറ്റേൺ, അതായത് x²+2 ആദ്യത്തെ ജോഡിയിൽ ശരിയാണോന്ന് ഒന്നുകൂടി ഉറപ്പിക്കാം. 3ന്റെ സ്ക്വയർ 9 + 2 = 11. അതെ, ഇത് പെർഫെക്റ്റ് ആണ്. ഇനി ഒരു മാറ്റവും വരുത്താതെ ഇതേ പാറ്റേൺ രണ്ടാമത്തെ നമ്പറായ 7ല് അപ്ലൈ ചെയ്യാം. 7ന്റെ സ്ക്വയർ 49, അതിന്റെ കൂടെ 2 കൂട്ടിയാൽ 51. നമ്മുടെ ഓപ്ഷൻസിൽ 51 ഉണ്ടോ? ഉണ്ട്. അപ്പോ ഉത്തരം ഓപ്ഷൻ ഡി 51 ആണ്. ഓക്കെ, നമ്മളിപ്പോൾ 4ാമത്തെ സെക്ഷനിലേക്ക് എത്തി. ആൽഫബറ്റ് അനാലോജീസ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ പൊസിഷൻ വെച്ചിട്ടുള്ള പാറ്റേണുകളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ ചോദ്യം നോക്കൂ. ABCD എന്നുള്ളത് OPQR ആയി മാറിയെങ്കിൽ WXYZ എന്തായി മാറും? ഇവിടെ ഓരോ അക്ഷരവും എത്ര സ്റ്റെപ്പ് മുന്നോട്ടു പോയി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എയും ഒയും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ? അത് തന്നെയാണോ ബിയും പിയും തമ്മിലുള്ള ഗ്യാപ്പ്? നമുക്ക് ചെക്ക് ചെയ്യാം. എ 1ാമത്തെ അക്ഷരം, O 15ാമത്തേത്. അപ്പോ 15 - 1 14. ശരി, എയുടെ കൂടെ 14 കൂട്ടിയപ്പോ O കിട്ടി. ഇനി ബിയുടെ കാര്യം നോക്കിയാലോ. ബി 2ാമത്തേത്, പി 16ാമത്തേത്. 16 - 2 അതും 14 തന്നെ. അപ്പൊ നമുക്ക് റൂള് കിട്ടി. ഓരോ അക്ഷരവും 14 സ്ഥാനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. ഇനി ഈ +14 എന്ന നമ്മുടെ ഗോൾഡൻ റൂൾ WXYZല് അപ്ലൈ ചെയ്യാം. W 23ാമത്തെ അക്ഷരമാണ്. 23ന്റെ കൂടെ 14 കൂട്ടിയാൽ 37. അയ്യോ, 26 അക്ഷരങ്ങളല്ലേ ഉള്ളൂ. പേടിക്കണ്ട, Z കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എയിൽ നിന്ന് എണ്ണണം. അപ്പോ 26 കഴിഞ്ഞ് 11 അക്ഷരങ്ങൾ കൂടി മുന്നോട്ടു പോകുമ്പോൾ നമ്മൾ 11ാമത്തെ അക്ഷരമായ കെയിലെത്തും. അതുപോലെ എക്സിൽ നിന്ന് 14 സ്റ്റെപ്പ് മുന്നോട്ടു പോയാൽ L കിട്ടും, Yയിൽ നിന്ന് M കിട്ടും, Zൽ നിന്ന് N കിട്ടും. അപ്പോൾ നമ്മുടെ ഉത്തരം KLMN. ഓക്കെ, നമ്മുടെ അവസാനത്തെ ഐറ്റം സെക്ഷൻ 5, നോൺ വെർബൽ അനലോജീസ്. ഇവിടെ വാക്കുമില്ല, അക്ഷരവുമില്ല, നമ്പറുമില്ല, പകരം ചിത്രങ്ങളാണ്. ചിത്രങ്ങളുടെ കർക്കം, അതിൽ വരുന്ന മാറ്റങ്ങൾ, എണ്ണത്തിലുള്ള വ്യത്യാസം, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ ജോഡി നോക്കൂ. ഫിഗർ എയില് ഒരു സർക്കിളിനകത്ത് 2 ട്രയാങ്കിൾസ് ഉണ്ട്. ഫിഗർ ബിയിലെത്തിയപ്പോൾ എന്തുപറ്റി? ആ ട്രയാങ്കിൾസ് രണ്ടും പോയി. അപ്പൊ ഇവിടുത്തെ റൂൾ എന്താ? ഉള്ളിലുള്ള സാധനങ്ങളെ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഡിലീഷൻ ഓഫ് ഇന്നർ എലമെന്റ്സ്. നമ്മുടെ ഗോൾഡൻ റൂൾ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ഉള്ളിലുള്ളവയെ ഒഴിവാക്കുക എന്ന റൂള് അടുത്ത പെയറിൽ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും? ഫിഗർ സിയിൽ ഒരു സ്ക്വയറിനകത്ത് 2 ട്രയാങ്കിൾസ് ഉണ്ട്. അപ്പോ അടുത്ത ഫിഗർ എന്തായിരിക്കും? സിമ്പിൾ, സ്ക്വയറിനകത്തുള്ള ആ 2 ട്രയാങ്കിൾസിനെയും അങ്ങ് മാറ്റുക. ബാക്കി എന്തുണ്ട്? ഒരു കാലി സ്ക്വയർ മാത്രം. കണ്ടോ? ആദ്യത്തെ ജോഡിയിലെ അതേ നിയമം ഒരു മാറ്റവുമില്ലാതെ രണ്ടാമത്തേതിലും ഉപയോഗിച്ചപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി. അടിപൊളി.
അപ്പോൾ നമ്മൾ എല്ലാ പ്രധാന ടൈപ്പുകളും കവർ ചെയ്തു. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റീസണിംഗ് ടൂൾ കിറ്റിലേക്ക് മാറ്റിവെക്കാനുള്ള സമയമായി. ഇതാണ് നിങ്ങളുടെ പുതിയ അനലോജി ടൂൾ കിറ്റ്. ഓർത്തുവെക്കാൻ ഇത്രയുള്ളൂ. വെർബൽ ചോദ്യം വന്നാൽ വാക്കുകളുടെ ബന്ധം നോക്കുക. നമ്പർ ചോദ്യമാണെങ്കിൽ മാത്തമാറ്റിക്കൽ പാറ്റേൺ കണ്ടുപിടിക്കുക. ആൽഫബറ്റ് ആണെങ്കിൽ അക്ഷരങ്ങളുടെ സ്ഥാനമാറ്റം ശ്രദ്ധിക്കുക. നോൺ വെർബൽ ആണെങ്കിൽ ചിത്രങ്ങളിലെ മാറ്റം നിരീക്ഷിക്കുക. പക്ഷേ ഇതെല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള ഒറ്റ സ്വിച്ചേയുള്ളൂ. നമ്മുടെ ഗോൾഡൻ റൂൾ: ബന്ധം കണ്ടെത്തുക, അതേ ബന്ധം പ്രയോഗിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് പാറ്റേണുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു പുതിയ കഴിവ് കിട്ടിയിട്ടുണ്ട്. ഈയൊരു കാഴ്ചപ്പാടോടെ ഇനി ചുറ്റുമൊന്ന് നോക്കിക്കേ. നിങ്ങളുടെ പഠിത്തത്തിലും ജോലിസ്ഥലത്തും എന്തിന് നിത്യജീവിതത്തിൽ പോലും ഒളിഞ്ഞിരിക്കുന്ന എത്രയെത്ര ബന്ധങ്ങൾ നിങ്ങൾക്കിനി കണ്ടെത്താൻ പറ്റും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അടുത്ത തവണ കാണാം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ടൈപ്പ് റിലേഷൻഷിപ്പ് നോക്കാം. വിജിലന്റ്, അലേർട്ട്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു സാമ്യം തോന്നുന്നില്ലേ? ഏകദേശം ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണിവ, അല്ലേ? എന്താണ് ആ ബന്ധം? അതെ, ഇവിടത്തെ ബന്ധം പര്യായപദമാണ്. ഇംഗ്ലീഷിൽ നമ്മളിതിനെ സിനോണിം റിലേഷൻഷിപ്പ് എന്ന് പറയും. അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. വിജിലന്റ് എന്ന് പറഞ്ഞാലും അലേർട്ട് എന്ന് പറഞ്ഞാലും ജാഗ്രത എന്നാണല്ലോ അർത്ഥം. അപ്പോ വയബിൾ എന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഏതായിരിക്കും? പ്രായോഗികമായത് എന്ന മീനിംഗ് വരുന്നത്. അതെ, ഓപ്ഷൻസിലെ ഫീസിബിളാണ് കറക്റ്റ് ആൻസർ. ദാ അടുത്തത്. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. 21-3. ഇവരെ കണക്ട് ചെയ്യുന്ന സിമ്പിൾ അരിത്മെറ്റിക് ഓപ്പറേഷൻ ഏതായിരിക്കും? മൾട്ടിപ്ലിക്കേഷനാണോ? ഡിവിഷനാണോ? ഇവിടെയും പ്രധാനം കൺസിസ്റ്റൻസിയാണ്. 21നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. ആ ലോജിക്ക് വർക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതേ ലോജിക്ക് അടുത്ത ജോഡിയിലും അപ്ലൈ ചെയ്യണം. 574നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കുത്തരം 82 എന്ന് കിട്ടും. ശ്രദ്ധിക്കണം, ഇവിടെ വാക്കുകളുടെ അർത്ഥത്തിനല്ല പ്രാധാന്യം, പകരം ആൽഫബറ്റിലെ അക്ഷരങ്ങളുടെ പൊസിഷൻ അഥവാ സ്ഥാനത്തിനാണ്. എയിൽ നിന്ന് ഐയിലേക്കും ജിയിൽ നിന്ന് ഒയിലേക്കും എങ്ങനെ എത്തുന്നു, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊന്ന് എണ്ണി നോക്കാം. എ കഴിഞ്ഞ് ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്. അതെ, കറക്റ്റ്, 8ാമത്തെ അക്ഷരം. ഇനി ജി കഴിഞ്ഞോ? എച്ച്, ഐ, ജെ, കെ, എൽ, എം, എൻ, ഒ. അതും 8ാമത്തെ അക്ഷരം. അപ്പോൾ ലോജിക്ക് കിട്ടിയില്ലേ? ഓരോ അക്ഷരവും 8 സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാം. ഇതേ ലോജിക് ഇ കെയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇയിൽ നിന്ന് 8 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ എം കിട്ടും, കെയിൽ നിന്ന് 8 സ്റ്റെപ്പ് മുന്നോട്ട് പോയാൽ എസ്സും കിട്ടും. അപ്പോൾ ഉത്തരം MS. ഇനി നമ്മുടെ ലാസ്റ്റ് സെഷനിലേക്ക് കടക്കാം. വാക്കുകളോ അക്കങ്ങളോ അക്ഷരങ്ങളോ ഒന്നുമില്ലാതെ വെറും ചിത്രങ്ങൾ വെച്ച് ഈ ലോജിക് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഇവിടെ ചോദ്യത്തിൽ തന്നെ ക്ലൂ ഉണ്ടല്ലേ? 3 സൈഡുള്ളൊരു ട്രയാങ്കിൾ 4 സൈഡുള്ളൊരു സ്ക്വയറായി മാറുന്നു. എന്താണ് ആ മാറ്റത്തിലെ ലോജിക്? വളരെ സിമ്പിളായൊരു മാറ്റമാണ്. ഇവിടുത്തെ ബന്ധം വളരെ സിമ്പിളാണ്. ഒരു സൈഡ് ആഡ് ചെയ്യുക, 3 വശങ്ങളുള്ള ട്രയാങ്കിളിന്റെ കൂടെ ഒരു സൈഡ് കൂട്ടുമ്പോൾ 4 വശങ്ങളുള്ള സ്ക്വയർ കിട്ടി. അപ്പോ 5 വശങ്ങളുള്ളൊരു പെന്റഗന്റെ കൂടെ ഒരു സൈഡ് കൂട്ടിയാൽ എന്ത് കിട്ടും? 6 വശങ്ങളുള്ള രൂപം. അതാണ് ഹെക്സഗൺ, അതായത് ഷഡ്ഭുജം. ഇപ്പൊ നമ്മള് കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു അടിപൊളി റീസണിംഗ് ടൂൾ കിറ്റ് ഉണ്ടാക്കിയാലോ? ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. അനലോജി എന്ന് പറയുന്നത് വാക്കുകളോ നമ്പറുകളോ രൂപങ്ങളോ എന്തുമാവട്ടെ, അവയ്ക്കിടയിലുള്ളൊരു ലോജിക്കൽ പാറ്റേൺ ചിട്ടയായി കണ്ടുപിടിക്കുന്ന ഒരു കളിയാണ്. നമ്മൾ കണ്ടതുപോലെ ആ ബന്ധങ്ങൾ പലതരത്തിലുണ്ട്. ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ചോദ്യം വാക്കുകളോ അക്കങ്ങളോ രൂപങ്ങളോ ഏതുമായിക്കൊള്ളട്ടെ, ചിന്തിക്കേണ്ട രീതി ഒന്നു തന്നെയാണ്. ആ റിലേഷൻഷിപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അത് അടുത്തതിൽ അപ്ലൈ ചെയ്യുക. അത്രയുള്ളൂ. അപ്പോ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് നിങ്ങളുടെ കഴിവൊന്ന് ടെസ്റ്റ് ചെയ്യാൻ ഇതാ ഒരു ചോദ്യം. കന്നുകാലികളുടെ കൂട്ടത്തിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഹേർഡ് എന്ന് പറയും. ഇതൊരു കളക്റ്റീവ് നൗൺ റിലേഷൻഷിപ്പാണ്. അങ്ങനെയാണെങ്കിൽ ചെമ്മരിയാടിന്റെ കൂട്ടത്തിന് എന്തു പറയും? ഓപ്ഷൻസ് നോക്കി നിങ്ങളുടെ ഉത്തരം വേഗം കണ്ടുപിടിച്ചോളൂ. അടുത്ത വിശകലനത്തിൽ കാണാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പരീക്ഷകൾ സ്ഥിരമായി വരുന്ന ഈ വെർബൽ അനോളജി ചോദ്യങ്ങൾ കാണുമ്പോൾ ഒരു തലവേദനയാണോ? എങ്കിൽ പേടിക്കണ്ട, ഇതൊരു സാധാരണ ക്ലാസ് അല്ല. നിങ്ങളുടെ റീസണിംഗ് സ്കിൽസ് ബൂസ്റ്റ് ചെയ്യാനുള്ളൊരു കിടിലൻ വർക്കൗട്ടാണ്. അപ്പോ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഇതാ, നമുക്ക് വളരെ സിമ്പിളായൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? അതോ ഒരു ചെറിയ കൺഫ്യൂഷൻ തോന്നുന്നുണ്ടോ? സാരമില്ല, വെറുതെ ഉത്തരം കണ്ടുപിടിക്കുക എന്നതിലുപരി ഏത് ചോദ്യം വന്നാലും
നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വഴി കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ് അനലോജി ചോദ്യങ്ങൾ പൊളിച്ചെടുക്കാനുള്ള നമ്മുടെ സീക്രട്ട് വെപ്പൺ. ഈ 4 സ്റ്റെപ്പുകളുണ്ടെങ്കിൽ എത്ര കട്ടിയുള്ള ചോദ്യത്തെയും നമുക്ക് സിമ്പിളായി ബ്രേക്ക് ഡൗൺ ചെയ്യാം. നമ്മൾ കാണുന്ന ഓരോ ചോദ്യത്തെയും നമുക്ക് ഈ രീതിയിൽ തന്നെ സമീപിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. പലപ്പോഴും വാക്കുകൾ തമ്മിലുള്ള നേരിട്ടുള്ള അർത്ഥം വെച്ചുള്ള ബന്ധങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ളൊരു ഭാഗമാണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഓപ്ഷനുകൾ കണ്ടില്ലേ? എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. ഇവിടെയാണ് നമ്മുടെ ലോജിക് ബ്രിഡ്ജ് ശരിക്കും ഉപകാരപ്പെടാൻ പോകുന്നത്. ഇവിടുത്തെ ലോജിക് ബ്രിഡ്ജ് സിനോണിംസ് ആണ്, അതായത് പര്യായ പദങ്ങൾ. ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? നീതിയുള്ളത്. റൈച്ചസ് എന്നതിനും ഏകദേശം അതേ അർത്ഥം തന്നെ. അപ്പോൾ അതേ ലോജിക്ക് വെച്ച് കണിങ് എന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന വാക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തണം. കണിങ് എന്ന് വെച്ചാൽ സൂത്രശാലി, കൗശലക്കാരൻ എന്നൊക്കെയാണ്. അതിനോട് ഏറ്റവും ചേരുന്നത് ഡിസീറ്റ് അഥവാ വഞ്ചന എന്നതാണ്. ഇതാണ് ഈ ടൈപ്പ് ചോദ്യങ്ങൾക്കുള്ള പ്രോ ടിപ്പ്. ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. കണ്ണിങ് എന്നത് ഒരു പേഴ്സണാലിറ്റി അല്ലേ, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ അതല്ല. നമുക്ക് വേണ്ടത് അതിന്റെ ഡയറക്റ്റ് മീനിങ് തരുന്ന വാക്കാണ്. ഏറ്റവും കൃത്യമായ ബന്ധമേതാണോ അത് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ പര്യായങ്ങൾ സെറ്റായല്ലോ. ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചിന്തിച്ചാലോ? ഇതാ അടുത്ത ചോദ്യം. ഇവിടുത്തെ ലോജിക് ബ്രിഡ്ജ് ആന്റണിംസ് ആണ്, അതായത് വിപരീത പദങ്ങൾ. ടീം എന്ന് വച്ചാൽ ഇണക്കിയെടുത്തത്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? വൈൽഡ് അഥവാ വന്യമായത്. അപ്പോൾ ലോജിക്ക് കിട്ടിയല്ലോ. ഇനി അഡ്ജസന്റ് എന്ന വാക്ക് നോക്കാം. അതിന്റെ അർത്ഥം തൊട്ടടുത്തുള്ളതെന്നാണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? തീർച്ചയായും ഡിസ്റ്റന്റ്, ദൂരെയുള്ളത്. ഇതൊരു കിടിലൻ ടിപ്പാണ്, ശ്രദ്ധിച്ചോ. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ശരിയുത്തരം ഓപ്ഷനിൽ കാണാം. ഉദാഹരണത്തിന് നോർത്ത് ഈസ്റ്റ് ടു സൗത്ത് എന്നതുപോലെ ഈസ്റ്റ് ഈസ്റ്റ് ടു വെസ്റ്റ് എന്നും തന്നിരിക്കാം. രണ്ടും ശരിയാണ്. അതുകൊണ്ട് എല്ലാ ഓപ്ഷനുകളും നോക്കാതെ ചാടിക്കേറി ഉത്തരം എഴുതരുത്. ശരി, ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. വെറും വാക്കുകളുടെ അർത്ഥം മാത്രമല്ല, ഇനി അവയുടെ കാറ്റഗറിയും ഫംഗ്ഷനും ഒക്കെ നോക്കേണ്ടി വരും. ഇത് കുറച്ചുകൂടി ചിന്തിക്കാനുണ്ടാവും, പക്ഷെ സംഭവം സിമ്പിളാണ്. അടുത്ത ചോദ്യം. ഒരു ഐറ്റവും അതേത് കാറ്റഗറിയിൽ പെടുന്നു എന്നതുമാണ് ഇവിടുത്തെ ബന്ധം. ഓപ്ഷൻസ് നോക്കിയിട്ട് ശരിയായ ജോഡി ഏതാണെന്നൊന്ന് ഊഹിച്ചു നോക്കിക്കേ. ഇവിടത്തെ ലോജിക് ബ്രിഡ്ജ് ഐറ്റം കാറ്റഗറിയാണ്. വൈറസ് എന്നത് ഒരു തരം പരാതമാണ്, അതായത് ഒരു പാരസൈറ്റ്. ഇനി ഓപ്ഷൻസ് നോക്കാം. കണിക്കൊന്ന ഒരു തരം മരമല്ലേ? അതെ, അപ്പോൾ അതാണ് ശരി. ബാക്കിയുള്ളതൊന്നും ശരിയല്ല. കാരണം ഫംഗസ് ഒരു മുല്ലയല്ല, ആൽഗ ഒരു പൂവല്ല, ഉലുവ ഒരു സൂക്ഷ്മാണുവുമല്ല. ഇത് പരീക്ഷകളിൽ സ്ഥിരമായി കാണുന്നൊരു മോഡലാണ്. ഒരു പ്രൊഫഷണലും അവരുടെ ജോലിസ്ഥലവും തമ്മിലുള്ള ബന്ധം. ഇവിടെ ലോജിക്ക് വളരെ സിമ്പിളാണ്. ദന്തരോഗവിദഗ്ധൻ, അതായത് ഡെന്റിസ്റ്റ്, എവിടെയാ വർക്ക് ചെയ്യുന്നത്? ആശുപത്രിയിൽ. അതേപോലെ ഒരു പ്രൊഫസർ എവിടെയായിരിക്കും? തീർച്ചയായും സർവകലാശാലയിൽ. അത്രയുള്ളൂ. ചികിത്സ എന്നത് ഒരു സ്ഥലമല്ല, അതൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് അത് തെറ്റാണ്. ഓക്കെ, ഇനി അടുത്ത ഘട്ടം. ഇവിടെ നിങ്ങളുടെ റീസണിംഗ് സ്കില്ല് മാത്രം പോരാ, കുറച്ച് ജനറൽ നോളജ് കൂടി വേണം. നിങ്ങളുടെ അറിവ് ടെസ്റ്റ് ചെയ്യാനുള്ള സമയമായി. ഭൂമിശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ചോദ്യം. രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് നമുക്ക് നോക്കാം. ഇവിടുത്തെ ലോജിക് ബ്രിഡ്ജ് കൺട്രി ക്യാപിറ്റൽ ആണ്. പോർട്ട് ലൂയിസ് എന്നത് മൊറീഷ്യസിന്റെ തലസ്ഥാനമാണ്. അങ്ങനെയെങ്കിൽ കെനിയയുടെ തലസ്ഥാനം ഏതാണ്? അത് നൈറോബിയാണ്. ഇതറിയാമെങ്കിൽ വളരെ എളുപ്പമുള്ള ചോദ്യമാണല്ലേ? ഇതാ വരുന്നു അടുത്തൊരു GK ചോദ്യം. രാജ്യങ്ങളും അവയുടെ ദേശീയ മൃഗങ്ങളും. ഇന്ത്യയുടെ ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവയാണെങ്കിൽ കങ്കാരുവിന്റെ നാടായ ഓസ്ട്രേലിയയുടേത് ഏതായിരിക്കും? ലോജിക് ബ്രിഡ്ജ് കൺട്രി നാഷണൽ ആനിമലാണ്. റോയൽ ബംഗാൾ കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗമാണ്. അതുപോലെ കങ്കാരു ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. എമു, കോല ഇതൊക്കെ ഓസ്ട്രേലിയയിൽ കാണുന്ന ജീവികളാണ്. പക്ഷേ ദേശീയ മൃഗം കങ്കാരുവാണ്. അപ്പോൾ കൃത്യമായ അറിവ് വേണം. ശരി, നമ്മളിപ്പോൾ പലതരം ലോജിക് ബ്രിഡ്ജുകൾ കണ്ടു. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ആ 4 സ്റ്റെപ്പുകൾ കൃത്യമായി ഉപയോഗിച്ച് ഒരു ചോദ്യം ഫുള്ളായിട്ടൊന്ന് ചെയ്തു നോക്കിയാലോ? റെഡിയല്ലേ? ഓക്കെ, സ്റ്റെപ്പ് 1 ദ റിവീൽ. ചോദ്യം ഇതാണ്. റെസിസ്റ്റൻസ് ഈസ് ടു ഓം, ആംഗിൾ ഈസ് ടു ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് സയൻസിലൊരു ചോദ്യമാണ്, പക്ഷെ പേടിക്കേണ്ട, നമ്മുടെ പ്ലാൻ ഇവിടെയും കറക്റ്റായിട്ട് വർക്കാവും. അടുത്തത് സ്റ്റെപ്പ് 2 ദ ലോജിക് ബ്രിഡ്ജ്. എന്താണ് ഇവിടത്തെ ബന്ധം? ഒരു ക്വാണ്ടിറ്റിയും അതിന്റെ SI യൂണിറ്റും തമ്മിലുള്ള ബന്ധമാണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന അളവിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റാണ് ഓം. അപ്പോൾ നമുക്ക് വേണ്ടത് ആംഗിൾ എന്ന അളവിന്റെ SI യൂണിറ്റാണ്. ഇനി സ്റ്റെപ്പ് 3 എലിമിനേറ്റ് ആൻഡ് സോൾവ്. തെറ്റായ ഓപ്ഷനുകളെ നമുക്ക് ഓരോന്നായി വെട്ടിക്കളയാം. ആംപിയർ എന്തിന്റെ യൂണിറ്റാ? കറണ്ടിന്റെ.
വാട്ടോ പവറിന്റെ, ജൂള് ഊർജത്തിന്റെ. അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് റേഡിയൻസ് മാത്രമാണ്. അതാണ് ആംഗിളിന്റെ SI യൂണിറ്റ്. സിമ്പിൾ. അവസാനമായി നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ്, ദി പ്രോ ടിപ്പ്. സയൻസ് ചോദ്യങ്ങൾ വരുമ്പോൾ വളരെ പ്രിസൈസ് ആകണം. ആംഗിൾ എന്ന് കേൾക്കുമ്പോൾ ഡിഗ്രി എന്ന് ഓർമ്മ വരാം. പക്ഷെ ചോദ്യം SI യൂണിറ്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഔദ്യോഗിക SI യൂണിറ്റ് ഏതാണോ അത് തന്നെ തിരഞ്ഞെടുക്കണം. ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. അപ്പോൾ നോക്കിക്കേ, ഈ വിശകലനം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലൊരു കിഡിലൻ റീസണിംഗ് ടൂൾ കിറ്റ് റെഡിയാണ്. പര്യായങ്ങൾ, വിപരീതങ്ങൾ, കാറ്റഗറി, ജോലിസ്ഥലം, ഇങ്ങനെ പലതരം ലോജിക് ബ്രിഡ്ജുകൾ ഉപയോഗിച്ച് ഏത് ചോദ്യത്തെയും ഇനി ധൈര്യമായി നേരിടാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൂൾസ് എല്ലാം ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ പറഞ്ഞ ടൈപ്പുകളിൽ ഏതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നത് അതൊന്ന് സ്വയം വിലയിരുത്തുക. എന്നിട്ട് ആ ടൈപ്പ് ചോദ്യങ്ങൾ കുറച്ചധികം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് എല്ലാ ആശംസകളും. നമുക്ക് അടുത്തൊരു വിശകലനത്തിൽ വീണ്ടും കാണാം. ഹായ്, എല്ലാവർക്കും സ്വാഗതം. മത്സര പരീക്ഷകളിലെ ഈ സംഖ്യാസാദൃശ്യങ്ങൾ, അതായത് ന്യൂമറിക്കൽ അനാലജീസ്, കാണുമ്പോൾ ചെറിയൊരു ടെൻഷൻ വരാറുണ്ടോ? ഇനി അതിന്റെ ആവശ്യമില്ല. ഈ ചോദ്യങ്ങളെ എങ്ങനെ വളരെ എളുപ്പത്തിൽ ആത്മവിശ്വാസത്തോടെ നേരിടാമെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാം. നമുക്ക് നേരെ ഒരു ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊന്ന് നോക്കിക്കേ. 7:329 ക്വസ്റ്റ്യൻ. ഒറ്റയടിക്ക് കാണുമ്പോൾ ഇതെങ്ങനെയാ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലേ? പക്ഷെ പേടിക്കണ്ട, ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ലോജിക് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുകയാണ് നമ്മുടെ മിഷൻ. ഇവിടെ ഉത്തരം വെറുതെ ഊഹിച്ച് കണ്ടുപിടിക്കുന്നതിലല്ല കാര്യം. സംഖ്യകൾ തമ്മിലുള്ള ആ ബന്ധം, ആ കണക്ഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം. ഞാൻ അതിനെ ഒരു ലോജിക് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ആ ബ്രിഡ്ജ് എങ്ങനെ എളുപ്പത്തിലുണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഗെയിം പ്ലാൻ. വെറും 4 സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ചോദ്യം എന്താണെന്ന് നോക്കും. പിന്നെ ആ ലോജിക് ബ്രിഡ്ജ് അങ്ങ് പണിയും. അത് വെച്ച് ശരിയായ ഉത്തരം കണ്ടുപിടിക്കും. അവസാനം നിങ്ങളുടെ സമയം ലാഭിക്കാൻ ഒരു പ്രോ ടിപ്പും ഞാൻ തരും. ഈ രീതി ഉപയോഗിച്ച് ഏത് ചോദ്യവും നമുക്ക് ഈസിയായി സോൾവ് ചെയ്യാം. അപ്പോ എന്താണ് ഈ സംഖ്യാസാദൃശ്യമെന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നമുക്ക് 2 ജോഡി നമ്പറുകൾ തന്നിട്ടുണ്ടാകും. ആദ്യത്തെ ജോഡി തമ്മിൽ ഒരു പ്രത്യേക ബന്ധം, ഒരു ലോജിക് ഉണ്ടാകും. അതേ ലോജിക് ഉപയോഗിച്ച് രണ്ടാമത്തെ ജോഡിയിലെ ആ മിസ്സിംഗ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ കാര്യം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കുകൾ. നമ്മൾ ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങും. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കണക്കുകൾ നോക്കും. അതിനുശേഷം സ്ക്വയറുകളും ക്യൂബുകളും വെച്ചുള്ള കളികൾ പഠിക്കും. കുറച്ചുകൂടി കോംപ്ലക്സ് ആയ പാറ്റേണുകൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കും. അവസാനം എക്സാം ഹാളിൽ നിങ്ങളെ സഹായിക്കുന്ന ചില കിടിലൻ സ്ട്രാറ്റജികളും പറഞ്ഞുതരും. അപ്പോ റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. സിമ്പിൾ ഓപ്പറേഷൻസ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന, ഏറ്റവും എളുപ്പമുള്ള പാറ്റേണുകൾ ആദ്യം പഠിച്ചാല് നമ്മുടെ ബേസ് സ്ട്രോങ് ആവും. ദാ നമ്മുടെ ആദ്യത്തെ ചോദ്യം. 60:15:100:. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 60ഉം 15ഉം തമ്മിൽ എന്താണ് ഒരു ബന്ധം? വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടത്തെ ലോജിക് ബ്രിഡ്ജ് വളരെ ലളിതമാണ്. ആദ്യത്തെ സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുക. നോക്കിക്കേ, 60 ഹരിക്കണം 4 ചെയ്താൽ നമുക്ക് 15 കിട്ടും. അപ്പോ അതേ ലോജിക് നമ്മൾ 100ൽ ഉപയോഗിച്ചാലോ? 100 ഹരിക്കണം 4, ഉത്തരം 25. കണ്ടോ എത്ര സിമ്പിളാണെന്ന്? അപ്പോ ഇതാ നിങ്ങൾക്കുള്ള ആദ്യത്തെ പ്രോ ടിപ്പ്. പരീക്ഷയിൽ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം തന്നെ ഗുണനം, ഹരണം, കൂട്ടൽ, കുറയ്ക്കൽ ഇങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങൾ വെച്ച് ഉത്തരം കിട്ടുമോ നോക്കണം. ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. കാരണം മിക്കവാറും ചോദ്യങ്ങൾ ഇങ്ങനെയായിരിക്കും. ശരി, ഇനി അടുത്ത ചോദ്യം നോക്കാം. 39:91:51:. ആഹാ, ഇവിടെ ഇപ്പോ നേരത്തേത്തെ പോലെ അത്ര എളുപ്പത്തിലൊരു കണക്ഷൻ കിട്ടുന്നില്ല അല്ലേ? ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടി സ്മാർട്ടായി ചിന്തിക്കേണ്ടത്. ഇവിടുത്തെ ലോജിക് ബ്രിഡ്ജ് ഒരു അനുപാതം അഥവാ റേഷ്യോ ആണ്. ശ്രദ്ധിച്ചു നോക്കൂ, 39നെയും 91നെയും നമുക്ക് 13 എന്ന സംഖ്യ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 3:7 എന്ന അനുപാതം കിട്ടും. ഇനി രണ്ടാമത്തെ ജോഡിയിലേക്ക് വരാം. 51 എന്ന് പറയുന്നത് 3:17 ആണ്. അപ്പോൾ നമ്മുടെ 3:7 അനുപാതം വെച്ച് അടുത്ത സംഖ്യ എന്തായിരിക്കും? തീർച്ചയായും 7 × 17, അതായത് 119. അപ്പോ ഇതാണിവിടത്തെ പ്രധാന പാഠം. നമ്പറുകൾ തമ്മിൽ ഒറ്റയടിക്കൊരു ബന്ധം കാണുന്നില്ലെങ്കിൽ അവയെ ഏതെങ്കിലും പൊതുവായ സംഖ്യ വെച്ച് ചെറുതാക്കി ഒരു ബേസ് റേഷ്യോ കണ്ടെത്താൻ ശ്രമിക്കുക. ഒളിഞ്ഞിരിക്കുന്ന ലോജിക് അപ്പോ പുറത്തുവരും. ഓക്കെ, സിമ്പിൾ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ലെവലപ്പ് ചെയ്താലോ? പരീക്ഷകളിൽ സ്ഥിരമായി വരുന്ന സ്ക്വയറുകളും ക്യൂബുകളും വെച്ചുള്ള ലോജിക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചേ. 50, 65,
122. ഈ നമ്പറുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇതിന്റെ ലോജിക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. 50ന്റെ തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാ? 49 ആണല്ലേ? അത് 7ന്റെ സ്ക്വയറാണ്. അപ്പോൾ 50 എന്ന് പറയുന്നത് 7 സ്ക്വയർ പ്ലസ് 1 ആണ്. ഇനി 65 നോക്കൂ, അത് 64-നടുത്താണ്. അതായത് 8 സ്ക്വയർ പ്ലസ് 1. ആഹാ, അപ്പൊ നമുക്ക് ലോജിക് ബ്രിഡ്ജ് കിട്ടി. n സ്ക്വയർ പ്ലസ് 1. ഇനി രണ്ടാമത്തെ ജോഡി നോക്കാം. 122 എന്ന് പറയുന്നത് 11 സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ അടുത്ത നമ്പർ എന്തായിരിക്കും? തീർച്ചയായും 12 സ്ക്വയർ പ്ലസ് 1, അതായത് 144 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 145. എപ്പോഴും ഓർത്തുവയ്ക്കുക, 49, 64, 81, 100. ഇതുപോലുള്ള പെർഫെക്റ്റ് സ്ക്വയറുകളുടെ അടുത്തുള്ള നമ്പറുകൾ ചോദ്യത്തിൽ കണ്ടാൽ ഉറപ്പിച്ചോ, അവിടെ സ്ക്വയറുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കളിയുണ്ട്. അത് വലിയൊരു ക്ലൂ ആണ്. ശരി, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 13:1331 17:k. ഇവിടെ 13ൽ നിന്ന് 1331ലേക്ക് ഒരു വലിയ ചാട്ടമാണ്. ഇത് കാണുമ്പോഴേ നമ്മുടെ തലയിൽ ഒരു ബൾബ് കത്തണം. ക്യൂബുകൾ. ഇവിടുത്തെ ലോജിക്, ബ്രിഡ്ജിന് 2 സ്റ്റെപ്പുണ്ട്. 1331 എന്നത് ഏത് സംഖ്യയുടെ ക്യൂബാണെന്നറിയാമോ? അത് 11ന്റെ ക്യൂബാണ്. അപ്പോൾ 13ഉം 11ഉം തമ്മിൽ എന്താ ബന്ധം? സിമ്പിൾ. 13ൽ നിന്ന് 2 കുറച്ചാൽ 11 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക്, n-2 ദ ഹോൾ ക്യൂബ്. ഇനി ഇത് രണ്ടാമത്തെ ജോഡിയിൽ ഉപയോഗിക്കാം. 17ൽ നിന്ന് 2 കുറച്ചാൽ 15. അപ്പോൾ 15ന്റെ ക്യൂബ് എത്രയാ? 3375. ഓക്കെ, അപ്പോൾ നമ്മൾ പലതരം ലോജിക് ബ്രിഡ്ജുകൾ കണ്ടു. ഇനി നമ്മൾ ആദ്യം കണ്ട ചോദ്യമില്ലേ, കുറച്ച് ടഫായി തോന്നിയത്? അത് സോൾവ് ചെയ്യാൻ സമയമായി. ഇപ്പോ നമുക്കത് പരിഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഓർമ്മയുണ്ടല്ലോ ഈ ചോദ്യം? 7ൽ നിന്ന് എങ്ങനെ 329ലേക്കെത്തി? ഇപ്പോൾ നമുക്കതിന്റെ വഴി എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണതിന്റെ ലോജിക് ബ്രിഡ്ജ്, n³ - nx2. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7ന്റെ ക്യൂബ് 343 ആണ്. ഇനി 7ന്റെ ഇരട്ടി, അതായത് 14, അതിൽ നിന്ന് കുറച്ചാലോ? 343 - 14 കിട്ടി, 329. ഇനി ഇതേ ലോജിക് 9ൽ ഉപയോഗിക്കാം. 9ന്റെ ക്യൂബ് 729. അതിൽ നിന്ന് 9ന്റെ ഇരട്ടിയായ 18 കുറയ്ക്കുമ്പോൾ 729 - 18 = 711. കണ്ടില്ലേ, ശരിയായ ലോജിക് ബ്രിഡ്ജ് കിട്ടിയാൽ എത്ര വലിയ ചോദ്യം സിമ്പിളാകും. ഇപ്പൊ നിങ്ങൾക്ക് പലതരത്തിലുള്ള ലോജിക് ബ്രിഡ്ജുകൾ ഉണ്ടാക്കാൻ അറിയാം. ഇനി പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്നുകൂടി ഉറപ്പിക്കാം. ഈ 4 കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോ. 1. എപ്പോഴും ഗുണനം, ഹരണം പോലുള്ള സിമ്പിൾ കണക്കുകൾ ആദ്യം നോക്കുക. 2. സ്ക്വയറുകൾക്കും ക്യൂബുകൾക്കും അടുത്തുള്ള നമ്പറുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. 3. ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഒരു റേഷ്യോ കണ്ടെത്താൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനമായി, പല സ്റ്റെപ്പുകൾ ഉണ്ടെന്ന് കരുതി പേടിക്കരുത്. ശരിയായ ലോജിക് ബ്രിഡ്ജ് പണിയുക. ഇതാണ് നിങ്ങളുടെ വിജയതന്ത്രം. അപ്പോ ഈ ചോദ്യങ്ങളെ നേരിടാനുള്ള വഴി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി വേണ്ടത് പ്രാക്ടീസ് മാത്രമാണ്. അടുത്ത തവണ ഇങ്ങനെയൊരു ചോദ്യം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ലോജിക് ബ്രിഡ്ജ് ഏതായിരിക്കും? ആലോചിച്ചു നോക്കൂ. പരിശീലനം തുടരുക, വിജയം ഉറപ്പാണ്. നമസ്കാരം. മത്സരപരീക്ഷകളിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ തലപുകയാറുണ്ടോ? ഒറ്റനോട്ടത്തിലൊരർത്ഥവുമില്ലാത്ത കുറേ അക്ഷരങ്ങൾ, അല്ലേ? പക്ഷേ പേടിക്കുകയൊന്നും വേണ്ട. ഇന്ന് നമ്മൾ ഈ കോഡുകളൊക്കെ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ഇതിന്റെ രഹസ്യം കണ്ടെത്താം. ദേ, ഈ സ്ക്രീനിലേക്കൊന്ന് നോക്കിക്കേ. GST എന്ന വാക്ക് എങ്ങനെയാണ് FHGRQSR ആയി മാറിയത്? അതേ ലോജിക് വെച്ചാൽ ഡക്ക് എന്തായി മാറും? കണ്ടിട്ടൊന്നും പിടികിട്ടുന്നില്ല, അല്ലേ? ഇത് വെറുമൊരു അക്ഷരക്കൂട്ടമല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പൂട്ടാണ്. അപ്പം അതിന്റെ താക്കോല് നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിച്ചാലോ? പക്ഷേ പേടിക്കേണ്ട കേട്ടോ. ഇതിനകത്ത് ഒരു പാറ്റേൺ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ പാറ്റേൺ ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഏത് കൊലകൊമ്പൻ ചോദ്യവും സിമ്പിളാകും. ഈ കോഡുകളൊക്കെ പൊളിക്കാനുള്ള കുറച്ച് എളുപ്പവഴികൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം, അല്ലേ? ഒരു കാര്യം ഓർക്കണം, നമുക്ക് വെറുതെ ഉത്തരം മാത്രം കിട്ടിയാൽ പോരാ. ആ ഉത്തരത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ള വഴിയുണ്ടല്ലോ, അതാണ് പ്രധാനം. ആ വഴിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ടെക്നിക് അല്ലെങ്കിൽ ട്രിക്ക് എന്ന് പറയാം. അതിന്റെ പേരാണ് ദി മിറർ ട്രിക്ക്. പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? അതെ, അക്ഷരമാലയിലെ കണ്ണാടി പ്രതിബിംബങ്ങളെ കണ്ടുപിടിക്കുന്നൊരു പരിപാടിയാണത്. വളരെ സിമ്പിളാണ്. അപ്പോൾ എന്താണ് ഈ വിപരീത അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയെ, അതായത് എ മുതൽ സെഡ് വരെയുള്ളതിനെ കറക്റ്റ് നടുക്ക് വെച്ച് രണ്ടായിട്ട് മടക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരുമിച്ച് വരുന്ന ജോഡികളില്ലേ, അതാണ് സംഭവം.
എയുടെ നേരെ സെഡ് വരും, ബിയുടെ നേരെ വൈ, സിയുടെ നേരെ എക്സ്, അങ്ങനെ പോകും. അതായത് തുടക്കത്തിൽ നിന്നുള്ള ഒന്നാമത്തെ അക്ഷരവും അവസാനത്തിൽ നിന്നുള്ള ഒന്നാമത്തെ അക്ഷരവും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. WT=DJJ. ഇവ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതേ ലോജിക്ക് ഉപയോഗിച്ച് NKHന്റെ ജോഡിയെ കണ്ടുപിടിക്കണം. റെഡിയല്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ലോജിക്? യെസ്, അത് നമ്മുടെ മിറർ ട്രിക്ക് തന്നെയാണ്. ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഡബ്ല്യുവിൻ്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണ്? ഡി. അതുപോലെ ടിയുടെ ഓപ്പോസിറ്റ് ജി ആണ്. ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ജെ. കണ്ടില്ലേ? ആ കണക്ഷൻ കിട്ടിയില്ലേ? സംഭവം സിമ്പിളാണ്. ശരി, ഇനി ഇതേ ലോജിക് നമുക്ക് NKHൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? എം. കെയുടെ ഓപ്പോസിറ്റോ? പി. എച്ചിൻ്റെ ഓപ്പോസിറ്റ് എസ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയില്ലേ? MPS. ഇനിയൊന്ന് ഓപ്ഷൻസ് നോക്കിക്കേ. ബാക്കിയുള്ള ഓപ്ഷൻസിലൊന്നും ഈ ഓപ്പോസിറ്റ് ലെറ്റർ റൂൾ ശരിയാവുന്നില്ല. അതുകൊണ്ട് അതൊക്കെ തെറ്റാണ്. ഇനി ഇതാ ഒരു പ്രോ ടിപ്പ്. ഒരു ചോദ്യത്തിൽ ABCD പോലുള്ള തുടക്കത്തിലെ അക്ഷരങ്ങളും WXYZ പോലുള്ള അവസാനത്തെ അക്ഷരങ്ങളും ഒരുമിച്ച് വരുന്നുണ്ടെന്ന് വെച്ചോ. വേറൊന്നും ആലോചിക്കാൻ നിൽക്കരുത്. ആദ്യം തന്നെ ഇതൊരു മിറർ ട്രിക്കാണോ എന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും, ഉറപ്പ്. ഓക്കെ, അപ്പോൾ മിറർ ട്രിക്ക് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് കുറച്ചുകൂടി രസകരമായ ഒരു ഐറ്റമാണ്. അതിൻ്റെ പേരാണ് ദി ആൽഫബറ്റ് ഡാൻസ്. പേര് കേൾക്കുന്ന പോലെ തന്നെ ഇവിടെ അക്ഷരങ്ങൾ ക്വയറ്റായിട്ട് ഒരിടത്ത് നിൽക്കില്ല. അവറ്റുകൾ അക്ഷരമാലയിലൂടെ മുന്നോട്ടും പിന്നോട്ടുമൊക്കെ ഒരു ഡാൻസ് കളിയാണ്. അതായത് ഓരോ അക്ഷരവും അതിൻ്റെ സ്ഥാനത്ത് നിന്ന് കുറച്ച് സ്റ്റെപ്പ് മുന്നോട്ടോ അല്ലെങ്കിൽ പിന്നോട്ടോ മാറും. ചിലപ്പോൾ എല്ലാ അക്ഷരങ്ങളും ഒരേപോലെ, അതായത് ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ട്, അങ്ങനെയായിരിക്കും മാറുക. മറ്റു ചിലപ്പോൾ ഓരോ അക്ഷരവും ഓരോ രീതിയിലായിരിക്കും. ഒന്ന് മുന്നോട്ട്, ഒന്ന് പിന്നോട്ട്, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. GTQ എന്നത് JVP ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ SDK എന്തായി മാറും? ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് മിറർ ട്രിക്ക് അല്ല. കാരണം ജിയുടെ ഓപ്പോസിറ്റ് ജെ അല്ല. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടത്തെ ലോജിക്ക് ഒരു പ്രത്യേക ഡാൻസ് സ്റ്റെപ്പ് പോലെയാണ്. അതായത് +3, +2, -1. സംഭവം എന്താണെന്ന് വെച്ചാൽ ജിയിൽ നിന്ന് 3 അക്ഷരം മുന്നോട്ട് പോയാൽ ജെ കിട്ടും. ടിയിൽ നിന്ന് 2 അക്ഷരം മുന്നോട്ട് പോയാൽ വി കിട്ടും. പക്ഷെ ക്യൂവിൽ നിന്നോ ഒരക്ഷരം പിന്നോട്ട് പോകുമ്പോഴാണ് പി കിട്ടുന്നത്. കണ്ടോ? അപ്പം നമ്മുടെ പാറ്റേൺ കിട്ടി. +3, +2, -1. ശരി, അപ്പോൾ ഇതേ +3, +2, -1 എന്ന ഡാൻസ് സ്റ്റെപ്പ് നമുക്ക് SDKയിലൊന്ന് പരീക്ഷിച്ചാലോ? എസ്സിൽ നിന്ന് 3 സ്റ്റെപ്പ് മുന്നോട്ട് വി, ഡിയിൽ നിന്ന് 2 സ്റ്റെപ്പ് മുന്നോട്ട് എഫ്, കെയിൽ നിന്ന് 1 സ്റ്റെപ്പ് പിന്നോട്ട് ജെ. അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തരം? VFJ. പെർഫെക്റ്റ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പ് പറയാം. പരീക്ഷയുടെ ടെൻഷനിലിരിക്കുമ്പോൾ ഈ +3, +2, -1 പോലുള്ള കോംപ്ലക്സ് പാറ്റേണുകൾ തലയിൽ ഓർത്തു വയ്ക്കാൻ ശ്രമിക്കരുത്. തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. ഏറ്റവും നല്ല വഴി എന്താണെന്നോ? ആ നമ്പർ പാറ്റേൺ അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് കുറിച്ചിടുക. അത് നിങ്ങളെ വലിയ തെറ്റുകളിൽ നിന്ന് രക്ഷിക്കും. ഓക്കെ, അപ്പം നമ്മൾ 2 പ്രധാന രീതികൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ 2 രീതികളും ഒരുമിച്ച് വരുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ കോംബോ പാറ്റേണുകളെന്ന് പറയുന്നത്. പ്രധാനമായും 2 തരം കോംബോകളാണ് വരാറ്. ഒന്നാമത്തേത് നമ്മൾ പഠിച്ച മിറർ ട്രിക്കും ആൽഫബറ്റ് ഡാൻസും കൂടി മിക്സായിട്ട് വരുന്നത്. അതായത് ചില അക്ഷരങ്ങൾക്ക് ഓപ്പോസിറ്റ് ലെറ്റർ എടുക്കും, മറ്റു ചിലതിനെ മുന്നോട്ടോ പിന്നോട്ടോ മാറ്റും. രണ്ടാമത്തെ കോംബോ കുറച്ചുകൂടി രസമുള്ള ഒന്നാണ്. അതിനെ അക്ഷരവികസനം എന്ന് പറയാം. ഇവിടെ ഒരു അക്ഷരത്തിന് പകരം 2ഓ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ വരും. ദേ, ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ. ഇതാണ് അക്ഷരവികസനത്തിന് ഒരു നല്ല ഉദാഹരണം. കട്ട് എന്ന 3 അക്ഷരവാക്ക് എങ്ങനെയാണ് BDTVSU എന്ന 6 അക്ഷരവാക്കായി മാറിയത്? നമുക്ക് നോക്കാമല്ലേ? ഇതിലെ ലോജിക്ക് കണ്ടുപിടിച്ചാൽ വളരെ സിമ്പിളാണ്. ഇവിടെ ഓരോ അക്ഷരത്തിനും പകരം അതിൻ്റെ 2 അയൽക്കാരെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് തൊട്ടു മുൻപുള്ള അക്ഷരവും തൊട്ടു ശേഷമുള്ള അക്ഷരവും. ഉദാഹരണത്തിന് സി എടുക്കാം. സിയുടെ തൊട്ടു മുൻപ് ബി, തൊട്ടു ശേഷം ഡി. അപ്പോൾ സി എന്നതിന് പകരം BD എന്ന് വന്നു. അതുപോലെ യുവിന് പകരം TV, ടിക്ക് പകരം SU. ഇപ്പോൾ ലോജിക്ക് പിടികിട്ടിയില്ലേ? അപ്പോൾ ഇതേ അയൽക്കാർ ലോജിക്ക് നമുക്ക് ടിപ്പിലും ഉപയോഗിക്കാം. ടിയുടെ അയൽക്കാരൊക്കെയാ എസ്സും യുവും. ഐയുടെ അയൽക്കാർ എച്ചും ജെയും. പിയുടെ അയൽക്കാർ ഒയും ക്യൂവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് വെച്ചാൽ മതി, നമ്മുടെ ഉത്തരം റെഡി. SUHJOQ. സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുമുണ്ട് ഈ കോഡുകളൊക്കെ നിഷ്പ്രയാസം പൊളിക്കാനുള്ള ഒരു അടിപൊളി ടൂൾ കിറ്റ്. ഇനി ഇതുപോലൊരു ചോദ്യം മുന്നിൽ വന്നാൽ ഈ 3 സ്റ്റെപ്പ് അറ്റാക്ക് പ്ലാൻ ഉപയോഗിച്ചാൽ മതി. സ്റ്റെപ്പ് 1, ആദ്യം തന്നെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്,
അതായത് നമ്മുടെ മിറർ ട്രിക്കാണോ നോക്കുക. സ്റ്റെപ്പ് 2, അതല്ലെങ്കിൽ പൊസിഷൻ മാറുന്ന ആൽഫബറ്റ് ഡാൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സ്റ്റെപ്പ് 3, ഈ രണ്ടും അല്ലെങ്കിൽ ഉറപ്പിച്ചോ ഇതൊരു കോംബോ പാറ്റേൺ ആണ്. ഈ ഓർഡറിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ചുരുക്കി പറയാം. നമ്മൾ ഇന്ന് 3 പ്രധാന ടൂളുകളാണ് പഠിച്ചത്: ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്, പൊസിഷണൽ ഷിഫ്റ്റ്സ്, പിന്നെ ഇവ രണ്ടും ചേർന്നുള്ള കോംബോ പാറ്റേണുകൾ. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾ ഇനി മുതൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ കോഡുകൾ തുറക്കാനുള്ള മാസ്റ്റർ കീ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. പകരം നല്ല കോൺഫിഡൻസോടെ അതിനെ നേരിടുക. അപ്പോൾ പറയൂ, അടുത്തതായി ഏത് കോഡാണ് നിങ്ങൾ തകർക്കാൻ പോകുന്നത്?